2025 മോഡലാണ്. വെറും 34,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ ZX പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. പുതിയ വണ്ടി വെറും 6,000 കിലോമീറ്റർ അതും ഓട്ടോമാറ്റിക്. 2021 മോഡൽ വെറും 29,000 കിലോമീറ്റർ ഓടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആക്സിഡന്റ് ഇല്ലാത്ത നല്ല വണ്ടി. ലോ കിലോമീറ്റർ മാനുവൽ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അനസ്കാന്റെ അടുത്താണ് നമ്മൾ ഓട്ടോ ബോട്ട് കണ്ണൂർ. സ്വാഗതം. കണ്ണൂർ എടക്കാടാണ് ലൊക്കേഷൻ. പോലീസ് സ്റ്റേഷന്റെ ചാരിയാണ്. പോലീസ് സ്റ്റേഷൻ മൊത്തം കവർ ചെയ്ത് വെച്ചേക്കാണ് ഷോറൂം. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഏകദേശം എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇവിടെ? 155ഓളം വണ്ടി ചെറുതും വലുതും ഒക്കെ ആയിട്ട് സ്റ്റോക്ക് ഉണ്ട്. ടോട്ടൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതായത് 100ൽ മേളിൽ വണ്ടി സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ വെച്ചാൽ ഞാനിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ക്യാമറ വെക്കാൻ പോലും സ്പേസ് ഇല്ലാണ്ട് വണ്ടികളുണ്ട്. പക്ഷെ കസ്റ്റമർക്ക് നമ്മൾ എല്ലാ വണ്ടിയുടെ ഫോട്ടോസ് ഡീറ്റെയിൽസ്, എല്ലാ ഫോട്ടോയും ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അയച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? എല്ലാ ഫോട്ടോയും നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഡീറ്റെയിൽസ് മൊത്തം അത് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ. പിന്നെ വണ്ടി എടുക്കുന്ന കസ്റ്റമർ പരിപൂർണമായിട്ട് തൃപ്തിയോട് കൂടി തന്നെ അവർ വർഷോപാരം കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാം. റാമ്പിൽ കൊണ്ട് റാമ്പ് അടി നോക്കി വെക്കാം, വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്യുക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. അവർ പരിപൂർണമായിട്ടും സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മാത്രം വണ്ടി ഡെലിവറി എടുത്താൽ മതി. അല്ലാത്ത വണ്ടികളുണ്ട്, കാരണം ബൈക്കിന്റെ വാറണ്ടി 2 വർഷം വാറണ്ടി ഉള്ള വണ്ടിയുണ്ട്, 1 വർഷം റോഡ് സർവീസ് അസിസ്റ്റന്റ് ഉള്ള വണ്ടിയുണ്ട്, മാക്സിമം ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയുണ്ട്. അല്ല, ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞു. ഓണത്തിന്റെ സ്പെഷ്യൽ എന്താ? ഓണത്തിന് സ്പെഷ്യൽ ഇവിടെ ഒരു TV കൊടുക്കുന്നുണ്ട്, ഫ്രിഡ്ജ് കൊടുക്കുന്നുണ്ട്, വാഷിംഗ് മെഷീൻ കൊടുക്കുന്നുണ്ട്, സ്മാർട്ട് വാച്ച് കൊടുക്കുന്നുണ്ട്. സമ്മാനങ്ങൾ പ്രൈസ് മാക്സിമം 35,000-40,000 മാക്സിമം സ്പെഷ്യൽ പ്രൈസ് ആണ് ഈ പ്രാവശ്യം. ഈ ഒരു മാസം വീഡിയോയിൽ നമ്മൾ മാക്സിമം വില കുറച്ചിട്ട് തന്നെ വണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ സ്റ്റോക്കിലുള്ള വണ്ടികൾ 30,000, 50,000 രൂപ കുറച്ച വണ്ടികൾ വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം മാക്സിമം സ്റ്റോക്ക് ഓഫറിൽ തന്നെ കൊടുത്ത് ഒഴിവാക്കില്ല. എല്ലാ ബഡ്ജറ്റിലും വാഹനങ്ങളുടെ 25,000 രൂപ മുതലുള്ള സ്പാർക്ക് ഉണ്ട്. നമ്മുടെ സ്പാർക്ക് ഉണ്ട്, അതാ പറഞ്ഞത്. 25,000 രൂപ മുതലുള്ള വാഹനങ്ങളുണ്ട്. നമ്മൾ കുറച്ച് മോഡൽ കൂടിയ വണ്ടികളാണ് കാണിക്കുന്നത്. അതെ, മറ്റുള്ള വണ്ടി നമുക്ക് റീൽസിൽ റീൽസിൽ നമ്മൾ എന്തായാലും കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ചെറിയ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിലും ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കാണാനും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോകാം അല്ലെ? വീഡിയോയിലേക്ക് പോകാം. ആദ്യ വാഹനം ബ്രസയാണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. മോഡല് ഇത് 2025 മോഡലാണ്. വെറും 34,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ ZX പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. സ്മാർട്ട് ഹൈബ്രിഡാ? സ്മാർട്ട് ഹൈബ്രിഡ്, സൺറൂഫ് എല്ലാം വരുന്ന വണ്ടി. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ. 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. ഒരു 17-18 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടൂലേ? കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് പൈസ കുറച്ചിട്ട്. മാനുവൽ പെട്രോൾ 25-28 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അതെ, ഓക്കെ. അപ്പം മൈലേജ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഓട്ടോ ഉണ്ട് അല്ലെ? 11,35,000 രൂപ കൊടുക്കാം നമുക്ക്. 11 ലക്ഷം വരെ ലോൺ ആക്കി കൊടുക്കാം നമുക്ക്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 11,35 ലോൺ ആക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ. 2025 മോഡൽ ZX പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, ഫ്ലഡ് ഇല്ല, മീറ്റർ റിവേഴ്സ് അല്ല, ഒരു 0 ക്ലെയിം വണ്ടി. നിലവിൽ മുഷിഞ്ഞാ കിടക്കുന്നത്, പക്ഷെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഡെലിവറി സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. പോളിഷ് ചെയ്ത് കൊടുക്കാം, ക്ലീൻ ആക്കി കൊടുക്കാം. അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റും കൊടുത്തേക്കാം നമുക്ക്. സ്പെഷ്യൽ ഓഫർ ആണ്. 11,35 സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് നോക്കി നടക്കുന്നവര്, പെട്രോൾ ആണ്, മെയിൻ്റനൻസ് കുറവായിരിക്കും. അപ്പോൾ ധൈര്യത കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി. അതെ. അടുത്തത് കോമ്പാക്ട് SUV തന്നെ, നിസാന്റെ മാഗ്നൈറ്റ് ആണ്. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2021 മോഡൽ. വെറും 29,000 കിലോമീറ്റർ കൂടെയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആക്സിഡന്റ് ഇല്ലാത്ത നല്ല വണ്ടി. ലോ കിലോമീറ്റർ മാനുവൽ ആണ്. 2027 അടുത്ത വർഷം വരെ 7ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ക്ലീൻ വണ്ടി. വാറണ്ടി ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. പക്ഷെ നമുക്ക് മഹീന്ദ്ര ഫസ്റ്റ് വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്. 2 വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വാറണ്ടി. കാറും ബൈക്കിന്റെ വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. 21,000 കിലോമീറ്റർ, അതാണ് ഹൈലൈറ്റ് അല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പിൽ നല്ല വണ്ടി. 21 പറഞ്ഞ കിലോമീറ്റർ 29,000. സോറി, 21 മോഡൽ 29,000 കിലോമീറ്റർ. 21 മോഡൽ 29 കിലോമീറ്റർ. XL ആണോ XV ആണോ? ഏതാ? XL മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല വണ്ടി. ബേസിക് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. കാര്യമൊന്നുമില്ല. 4,75,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 2021 മോഡൽ 21 മോഡൽ 29,000 കിലോമീറ്റർ. അടുത്ത വർഷം 7ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ. XL മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പൊ മൈലേജ് ഒരു 12, 15, 15 അല്ല 16, 17 വരെ കിട്ടും. 1 ലിറ്റർ നോൺ ടർബോ എഞ്ചിനാണ് വരിക കേട്ടോ. ഓക്കെ. ലോണ് ഫുള്ള് കയറും. ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ഫുൾ ലോൺ ചെയ്ത് ഒരു ക്ലെയിം ഇല്ല അല്ലേ? ഒന്നുമില്ല, 0 ക്ലെയിം. മാഗ്നൈറ്റിന്റെ പുറകിലെ ഒരു റിനോ കൈഗർ ഉണ്ട്. രണ്ടും സെയിം സാധനം തന്നെയാണ്. അതെ, ബ്രാൻഡിങ്ങുള്ള മാറ്റം, ലുക്ക് വൈസ് ചെറിയ മാറ്റങ്ങളും, എഞ്ചിൻ വൈസ് എല്ലാം സെയിം ആണ് കേട്ടോ. ഇത് 2022 മോഡലാണ്. 50,000 കിലോമീറ്റർ. ഏറ്റവും ടോപ്പ് എൻഡ് RX-Z വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ. 2022 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ. ഇതും അടുത്ത വർഷം 7ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. 0 ക്ലെയിം ആണ്. നല്ല വണ്ടി. 5,30,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 2022 മോഡല് RX-Z മാനുവൽ കൈഗർ. മാനുവൽ കൈഗർ ആണ്. മൈലേജ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെ. ഒരു
13-17 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് ബോഡി ലാംഗ്വേജിലെ മാറ്റങ്ങൾ അല്ലേ? വേറെ ക്ലെയിമും ഒന്നുമില്ല. എല്ലാ വണ്ടി നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ലുക്ക് കണ്ടിട്ട് നോക്കണ്ട, ടയറൊക്കെ ചെലവ് പിടിച്ചിരിക്കുകയാണ്, മൊത്തം ക്ലീൻ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ. അടുത്ത ഒരു സെൽട്ടോസ് ആണ്, KL 18 വടകര രജിസ്ട്രേഷൻ വരുന്ന സെൽട്ടോസ്. ഫസ്റ്റ് ഷേപ്പ് ആണ് അല്ലേ? ഫസ്റ്റ് ഷേപ്പ്. ഏതാ മോഡൽ? ഇത് 2020 മോഡലാണ്. 1,00,000 കിലോമീറ്റർ ഓടി 2020 മോഡൽ ഡീസൽ സെൽട്ടോസ് ആണ്. ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴത്തെ വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിൽ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ടോപ്പിന്റെ തൊട്ട് താഴെയാണോ? അതെ, HDK ആയിരിക്കും. HDK പ്ലസ്, HDX, HDX പ്ലസ്, GT ലൈൻ, അങ്ങനെ കുറെ ഓപ്ഷൻ ഉണ്ട്. HDK ആയിരിക്കും. ഇല്ലാത്ത വണ്ടി, പുഷ്പട്ടൊന്നും ഉണ്ടാവും. ഡീസൽ ആണ്. 1,00,000 കിലോമീറ്റർ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടി. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ മേജർ ആയിട്ട് വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിക്കില്ല. അപ്പൊ ഇൻഷുറൻസ് ഒക്കെ ഒരു പുതിയ ഇൻഷുറൻസ് നമുക്ക് അടുത്ത വർഷം വരെ പുതിയ ഇൻഷുറൻസ് 18-20 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും. വേറെ ക്ലെയിമും കാര്യമൊന്നും 8,10,000 രൂപയ്ക്ക് ഫുൾ ഓൺ, പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടെ 8,10,000 രൂപ കൊടുക്കാം. 8-10-2020 മോഡൽ സെൽട്ടോസ് ഡീസൽ ആണ്. ഡീസൽ വണ്ടി. ഓണർഷിപ്പ് അല്ല, സിംഗിൾ ഓണർഷിപ്പ്. ഫുൾ ഹിസ്റ്ററി ഉണ്ടല്ലോ? ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഈ പ്രൈസ് ഫൈനലാണോ അതോ മാറ്റം? ഫൈനൽ പ്രൈസ്, മാക്സിമം പൈസ കുറച്ചിട്ട് തന്നെ പറഞ്ഞേക്കണം. അടുത്തത് ഹ്യുണ്ടൈ വെന്യൂ ആണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനം. ഇതിന്റെയൊക്കെ ഇന്റീരിയർ എങ്ങനെയാ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാക്സിമം കാണിച്ചു തരാം. ഓക്കെ, ബാക്കി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. ഒരു കമന്റും അടിക്കണ്ട, എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. മോഡൽ 2020 മോഡലാണ്. 75,000 കിലോമീറ്റർ ഓടിയ 2020 മോഡൽ ഡീസൽ SX വെന്യൂ. ഡീസലാണ്. 20 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് ഫുൾ ഓപ്ഷന് താഴെ. 20 മോഡൽ. ഓട്ടോ എത്ര പോയി? ഇത് 75,000. ഇത് നേരത്തെ കണ്ടത്ര ഓട്ടം പോയിട്ടില്ല. 75,000 ഓടിയിട്ടുള്ളൂ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. അപ്പോ മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടുന്ന വാഹനം തന്നെയാണ് ഇതും. പിന്നെ മാനുവൽ അല്ല, ഡീസൽ മാനുവൽ. പിന്നെ എത്രയാ പ്രൈസ്? എങ്ങനെയാണ്? ഇത് 7,80,000 രൂപയ്ക്ക് ഫുൾ ഓൺ 2020 മോഡൽ വെന്യൂ ഡീസൽ. 7,80,000 ഓപ്ഷൻ വരുന്നത്. ഡീസലാണ്. വേറെ ഒരു ക്ലെയിം ഒന്നുമില്ല, നല്ല വണ്ടി. ഡീസൽ വെന്യൂ 75,000 കിലോമീറ്റർ ഓടിയത് 780 നിങ്ങൾക്ക് കൊണ്ടുപോകാം ഫുൾ ഓൺ. അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടി ഇത് ക്രെറ്റയാണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്. ബ്ലാക്ക് ക്രെറ്റ. ഇത് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ എന്താ വണ്ടി തിരിയൂല, എഡിറ്റർക്ക് മനസ്സിലാവില്ല ഏതാ വണ്ടി. എഡിറ്റ് ചെയ്ത് കാര്യമാണെങ്കിൽ മനസ്സിലാവണ്ട ഏതാ വണ്ടി എന്നുള്ളത്. അതുകൊണ്ടാ. ഓക്കെ, ബ്ലാക്ക് ക്രെറ്റ ന്യൂ ഷേപ്പിൽ വന്നേ. ഇത് 2021 മോഡൽ 75,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ക്രെറ്റ പെട്രോൾ ആണ്. പെട്രോൾ അല്ലേ? അതെ. ഓക്കെ, റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, നല്ല വണ്ടി. ഇത് സെക്കൻഡ് വേരിയന്റ് അല്ലേ? സെക്കൻഡ് ആണല്ലേ? അതെ. ഓക്കെ, ഫുൾ ഓപ്ഷൻ അല്ല. ബേസിക് ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, ഫോളോവർ പവർ വിൻഡ്, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. വൈപ്പർ ഡിഫോഗർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അലോയ്സ് ഉണ്ടാവില്ല, പുഷ്പട്ടർ ഉണ്ടാവില്ല. ഓക്കെ, 8,40,000 രൂപയ്ക്ക് ഫുൾ ഓൺ 2021 മോഡൽ SX പെട്രോൾ 81,000 കിലോമീറ്റർ. അതെ, 81,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നല്ല വണ്ടി. ഓക്കെ, 8 ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇതിനൊക്കെ കാർ ബൈക്കിന്റെ 2 ഇയർ വാറണ്ടി കിട്ടുന്ന വണ്ടി. 2 വർഷം വാറണ്ടി. 2019 ശേഷമുള്ള എല്ലാ വണ്ടികളും നമുക്ക് 2 വർഷം കൊടുക്കാൻ പറ്റുന്നതാണ്. 17-16 വണ്ടിക്ക് നമുക്ക് 1 വർഷം കിട്ടുള്ളൂ. അടുത്ത മാരുതി സുസുക്കി XL6 ആണ്. KL 13 AQ 7213 നമ്പർ വണ്ടിയില്ല. ഓക്കെ, ഇത് 2019 മോഡൽ. 2019. ഓക്കെ, 6 സീറ്റർ വാഹനമാണ് വരിക. പിന്നെ 2019 മോഡലാണ്. SL6 ആൽഫ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഹൈബ്രിഡ്. 75,000 കിലോമീറ്റർ ഓടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പൊ മൈലേജ് ഉണ്ടാവും അത്യാവശ്യം. 18-20 മേലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഒരു ഓട്ടോമാറ്റിക് 7 സീറ്റ് വണ്ടി. ഒരു 18-20 എന്തായാലും പ്രതീക്ഷ മൈലേജ്. വേറെ ഒരു ക്ലെയിമും ഇല്ല. നല്ല വണ്ടി, ഒരു ക്ലെയിമും ഇല്ല. ഓട്ടം എത്ര പോയി? 75,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 75 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. നിങ്ങളൊരു എർട്ടിക നോക്കുന്നുണ്ടെങ്കിൽ സെയിം സാധനം തന്നെയാണ്. സെയിം പ്ലാറ്റ്ഫോമിലാണ് രണ്ടും ഉണ്ടാക്കിയേക്കുന്നത്. അതെ, അപ്പൊ ഇതും പരിഗണിക്കാവുന്നതാണ്. 6 സീറ്റർ വരിക, അത്രേ ഉള്ളൂ. സെൻട്രലും ക്യാപ്റ്റൻ സീറ്റാ വരിക. എത്ര ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? 8,20,000 രൂപ കൊടുക്കാം നമുക്ക്. 19 പെട്രോൾ ഓട്ടോമാറ്റിക് ആൽഫ. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ഫുൾ ഓൺ ആണ്. 8,20,000 രൂപക്ക് ഫുൾ ഓൺ. 2019 മോഡൽ ആൽഫ ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ, ഓട്ടോമാറ്റിക്. അടുത്തത് ഹ്യുണ്ടൈ എക്സ്ട്രാ ആണ്. KL 78 ഇരിട്ടി രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല. അതെ. ഏതാ മോഡല്? ഇത് 2024 മോഡൽ 25,000 കിലോമീറ്റർ ഓടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക് എക്സ്റ്റർ ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് SX ഫുൾ ഓപ്ഷൻ വണ്ടി.
ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ സൺറൂഫ് എല്ലാം വരുന്ന വണ്ടി 2024 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. 27 വരെ വാറണ്ടി കമ്പനി സീറോ ക്ലെയിം സീറോ പെയിന്റ് ടച്ചപ്പ് ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് 7,50,000 രൂപയ്ക്ക് ഫുൾ ഓൺ 2024 മോഡൽ ഓട്ടോമാറ്റിക് ഹെക്സർ ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് എല്ലാം വരുന്ന വണ്ടി. എം ഡി അല്ലേ വരുമോ? ഡൗട്ട് ഉണ്ടേ. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടോ എന്തായാലും നോക്കിക്കോ. ഫുൾ ഓൺ കയറും, ഫുൾ ഓൺ കൊടുക്കാം നമുക്ക്. നല്ല വണ്ടിയാണ്. ഇവരുടെ കാറും ബൈക്കിന്റെ വാറണ്ടി അല്ല, കമ്പനി വാറണ്ടി ബാക്കിയുള്ള വണ്ടിയാണ്. ഇതിനകത്തുള്ള എന്ത് ഡീറ്റെയിൽസ് ഇവിടെ താഴെ വെച്ചാൽ ഒരുപാട് നമ്പർ കൊടുക്കുന്നത്, നമുക്ക് ഡീറ്റെയിൽസ് മൊത്തം അയച്ചു കൊടുക്കാം. അടുത്തതും എക്സ്ട്രാ തന്നെയാണ്. ഇതിലാകെ മാറ്റമുള്ളത് ഇത് KL79 രജിസ്ട്രേഷൻ വരുന്നത്. പിന്നെ ഒരു റെഡ് കളറിലെ ഇത് ബ്ലൂ കളറായി. പക്ഷെ കിലോമീറ്റർ മാറ്റമുണ്ട്. അതെ, ഇത് 2024 മോഡൽ വെറും 15,000 കിലോമീറ്റർ ഓടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഏറ്റവും ടോപ്പ് എൻഡ്. ഇതും സൺറൂഫ് എല്ലാം വരുന്ന സെയിം ഓപ്ഷൻ തന്നെയാണ്. ഇതും സെയിം ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ചെറിയ വിലയിൽ മാറ്റം. 8,10,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 2024 മോഡൽ വെറും 15,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും ടോപ്പ് എൻഡ് സീറോ ക്ലെയിം. നല്ല വണ്ടി. 8,10 ചോദ്യം, അല്ല ഫൈനലാണ്. പിന്നെ ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ല വണ്ടി. ഓട്ടോമാറ്റിക്കലി ഇതിന് മൈലേജ് ഒരു 10-14 വരെയൊക്കെ ഏകദേശം മൈലേജ് കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. പിന്നെ വാറണ്ടി ഇതും കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്നുണ്ട്. അതെ, അടുത്തതാ ഫോക്സ് വാഗൺ വേർച്ചസ് സ്കെയിൽ 2 കൊല്ലം വണ്ടിയാണ്. സെഡാൻ കാറ്റഗറി വാഹനം. ഏതാ മോഡല്? ഇത് 2023 മോഡൽ വേർച്ചസ് ഓട്ടോമാറ്റിക് TSA ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് എല്ലാം വരുന്ന വണ്ടി. 1 ലിറ്റർ. അതെ, 40,000 കിലോമീറ്റർ ഓടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഹൈ ക്വാളിറ്റി വണ്ടി. വാറണ്ടി നിലവിൽ വാറണ്ടി ബാക്കിയുള്ള വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. അതെ, 23 മോഡൽ സൺറൂഫ് എല്ലാം പറഞ്ഞ ഹൈ ക്വാളിറ്റി വണ്ടി. ഒന്നും ചെയ്യാനില്ല. സീറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ വരും. കിലോമീറ്റർ എത്രയാ പറഞ്ഞത്? 40,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. പുതിയ ബാറ്ററി ഇപ്പൊ കഴിഞ്ഞ 10 ദിവസം മുമ്പ് പുതിയ ബാറ്ററി ഒക്കെ മേടിച്ചിട്ടു. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. 12,60,000 രൂപ കൊടുക്കുക. 20 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയല്ലേ ഇത്? 19 സംതിങ് എന്തോ വിലയുണ്ട്. 12,60,000 രൂപയ്ക്ക് ഫുൾ ഓൺ. GT 22 വരുന്നുണ്ട്. അതെ, ഇത് 19 സംതിങ് 20 താഴെയുണ്ട്. ഇത് നമുക്ക് 12,60,000 രൂപ ഓഫർ പ്രൈസിൽ കൊടുക്കാം. നല്ലൊരു കസ്റ്റമർക്ക് ഫുൾ ഓൺ ആണ്. 12,60 ക്യാഷ് ബാക്കും കൊടുക്കാം നമുക്ക്. അത്രക്കും നല്ല വണ്ടി. ഒരു ക്ലെയിം ഇല്ലാത്ത ഒന്നുമില്ല, നല്ല വണ്ടി. പിന്നെ കമ്പനി വാറണ്ടി കമ്പനി വാറണ്ടി ഉണ്ട്, ബാക്കിയുണ്ട്. എത്ര വരെ ഉണ്ട്? ഇതിപ്പോ ഈ 1 വർഷം കൂടി ബാക്കിയുണ്ട്. 1 ഇയർ കൂടെ ബാക്കി. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വേർച്ചസ് ടോപ്പ് ലൈൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ലിറ്ററിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. മൈലേജ് ഒരു ഓട്ടോമാറ്റിക് അല്ല, ഒരു 10-14 വരെയൊക്കെ കിട്ടും. താഴെ. അടുത്തത് ഹോണ്ട അമേസ്. ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനമാണ്. ഗ്രില്ല് മാറി വന്ന ടൈപ്പാണ്. ബ്ലാക്ക് ഗ്രില്ല്. അതെ, വീതി കൂടിയ ഗ്രില്ല്. KL1 തിരുവനന്തപുരം വണ്ടി. ഏതാ മോഡല്? 2025 മോഡല് 6,000 കിലോമീറ്റർ ഓടിയാണ്. ഓടാൻ മറന്നുപോയ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. നിങ്ങൾ ഓടാൻ മറന്നുപോയ ട്രോളായി മാറിയിട്ട്. അതെ അല്ലേ? 2025 മോഡല്. 25 മോഡല് 6,000 കിലോമീറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് അൺടച്ച് വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. പുതിയ വണ്ടി പരിഗണിക്കാൻ പറ്റും. 6,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറണ്ടിയാണ്. 28 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അതിന്റെ പ്രൈസ് എത്രയാണ്? 9,30,000 രൂപ കൊടുക്കാം. 9,35. ഇത് ഇറങ്ങുമ്പോ എത്രയാ? 11. എത്ര ഉണ്ട്? 12 അടുത്തെങ്ങാണ്ട്. 12 അടുത്തുണ്ടാവും. സുമാർ റേറ്റ് ആണ്, കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോ 9,30,000 രൂപയ്ക്ക് ഫുൾ ഓൺ. വാറണ്ടി ബാക്കിയുള്ള വണ്ടിയാണ്. ഓക്കെ, വില എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? കേൾക്കാൻ രസമുള്ള വില ഞാനും പറഞ്ഞേ. നല്ലൊരു 9,30 കൊടുക്കാം നമുക്ക്. ഓക്കെ, 9,30,000 രൂപയ്ക്ക് പുതിയ വണ്ടി. വെറും 6,000 കിലോമീറ്റർ ഓടില്ല. താല്പര്യം? അതും ഓട്ടോമാറ്റിക്. അടുത്ത ഹ്യുണ്ടായ് വെർണയാണ്. KL58 രജിസ്ട്രേഷൻ. തലശ്ശേരി വണ്ടിയാണ്. ബ്ലാക്ക് കളർ. ഏതാ മോഡല്? ഇത് 2022 മോഡല് വെർണ മാനുവൽ. 60,000 കിലോമീറ്റർ ഓടിയേക്കണ ഹൈ ക്വാളിറ്റി പെട്രോൾ മാനുവൽ. ഏത് ഓപ്ഷൻ? ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് എല്ലാം പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. 8 ലക്ഷത്തി. അതെ, SX ഓപ്ഷനിൽ. 22 മോഡൽ SX ഓപ്ഷനിൽ 6 എയർ ബാഗ് എല്ലാം വരും. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അതെ, 8,20,000 രൂപ കൊടുക്കും. ഓഫർ പ്രൈസ് ആണ്. 2022 മോഡൽ 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ പെട്രോൾ വെർണ. KL57 തലശ്ശേരി രജിസ്ട്രേഷൻ. ഒരു 10-14 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടിക്കാം. നല്ല പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതും ബ്ലാക്ക് വണ്ടിയാണ്. സ്റ്റൈലിഷ് ഒരു സെഡാൻ കാറ്റഗറി. അതെ, 8,20,000. ഈ വീഡിയോയിലും മാക്സിമം വാറണ്ടി കിട്ടുമല്ലോ കിട്ടുന്ന വണ്ടി. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോകും. ഇതിപ്പോ 1 വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ്. അപ്കോ ഉണ്ടായുടെ വാറണ്ടി ബാക്കിയുള്ള വണ്ടിയാണ്.
അതുണ്ട്. 1 വർഷം വാറണ്ടി ഉണ്ട് ഈ വണ്ടി. ഹുണ്ടായുടെ വാറണ്ടി 1 വർഷം കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ കമ്പനി വാറണ്ടി നിൽക്കുന്നുണ്ട്. അതെ, 11 മാസം ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാറണ്ടി കിട്ടുന്ന വണ്ടി. അടുത്തതും സെഡാൻ കാറ്റഗറിയാണ്. മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. ഏതാ മോഡല്? ഇത് 2018 മോഡൽ സിയാസ് ZX പെട്രോൾ മാനുവൽ. 2018 മോഡൽ ZX പ്ലസ് പുഷ് ബട്ടണൊക്കെ വരുന്നുണ്ട്. പക്ഷെ 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്, 1.25 ലക്ഷം കിലോമീറ്റർ ഓടി. വിൻഷീൽഡ് ഗ്ലാസും ബോണ്ട് റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണ്ട് പറയുന്നുണ്ട്. അതെ, ബോണ്ടും വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷെ 4,20,000 രൂപയ്ക്ക് സിയാസ് 2018 മോഡല് 4,20,000 സിയാസ് ZX ആണ് പെട്രോൾ. സംശയത്തിൽ നമുക്കൊന്ന് കുറ്റി തുറന്ന് നോക്കാം. എപ്രോണോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടില്ല. എപ്രോണോ ഒറിജിനൽ എപ്രോൺ ആണ്. ഈ ബോണറ്റ് ഗ്ലാസ് റീപ്ലേസ്മെന്റ്. അതെ, ഈ ഒരു ഫെൻഡർ തട്ടിയിട്ടാണ് സംഭവിച്ചത്. 4,20,000 രൂപയ്ക്ക് ഫുൾ ലോൺ ആണ്. ചെറിയൊരു ആക്സിഡന്റ് ആണ്. അതുകൊണ്ടാണ് അല്ലാണ്ട് അപ്രോൾ മേജർ ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ താല്പര്യം വിളിച്ചോ. ഫുൾ ലോണില് ഫുൾ സിയാസ് ഫുൾ ഓപ്ഷൻ വണ്ടി. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം KL56 കൊയിലാണ്ടി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ടാറ്റ പഞ്ച് ആണ്. ഗ്രേ കളർ വണ്ടി. ഏതാ മോഡല്? ഇത് 2022 മോഡല്, 30,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക്കൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് സെക്കൻഡ് വേരിയന്റ്. 2022 മോഡല്, 30,000 കിലോമീറ്റർ, സെക്കൻഡ് വേരിയന്റ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ്. ഒരു 11-14 വരെ കിട്ടും. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിനൊക്കെ കാർ ബൈക്കിന്റെ വാറണ്ടി കിട്ടുന്ന വണ്ടികളാണ്. 5,70,000 രൂപയ്ക്ക് ഫുൾ ലോൺ. 2022 പഞ്ച് 2022 മോഡൽ പഞ്ച് 5,70,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഫുൾ ലോൺ ആണ്. ഫുൾ ലോണും കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തുകയാണ്. കാരണം വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ തിരക്കാം അല്ലെ? തിരക്കുമാണ്. പിന്നെ വണ്ടി എന്ന് വെച്ചാൽ അത്രയും കിടക്കുന്നതാണ്. നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അത്രയും വണ്ടികളുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഈ സെഗ്മെന്റ് മൊത്തം നല്ല മോഡൽ കൂടിയ വണ്ടികളാണ്. പുറത്താണെങ്കിൽ എല്ലാ ബഡ്ജറ്റിലുള്ള വണ്ടികൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഏത് വണ്ടി എടുക്കണമെങ്കിലും കറക്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ച് കാറ്റലോഗ് കിട്ടൂല. കാറ്റലോഗ് എന്ത് നമ്പർ കാറ്റലോഗ് എല്ലാ അടിയും മോഡും ഫോട്ടോ ഒക്കെ കൊടുക്കാം നമുക്ക്. ഒരു പ്രശ്നം കയറി കഴിഞ്ഞാൽ കിട്ടും. ഓരോ ഈ കറക്റ്റ് നല്ല ക്ലിയർ ഫോട്ടോ കാര്യമൊക്കെ കിട്ടും. എന്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം ഞാൻ കാണിച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന എനിക്കറിയില്ല. അല്ല, അതുകൊണ്ടാണ് നമ്മൾ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. ഏത് പേഴ്സണൽ മെസ്സേജ് അയച്ചോ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൊടുക്കുക. പിന്നെ എല്ലാ പർച്ചേസിനും സമ്മാനം ഉണ്ടോ? അതോ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും. അതുകൂടാതെ നമുക്ക് നറുക്കെടുപ്പിലൂടെ എല്ലാ കസ്റ്റമർക്കും നമുക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം കൊടുക്കാൻ പറ്റും. അല്ലാതെ എല്ലാ കസ്റ്റമർക്കും ഉറപ്പായ സമ്മാനം ഡെലിവറി ടൈമിലുണ്ട്. എന്തായാലും ഉണ്ട്. എല്ലാ വണ്ടി പോളിഷ് ഫ്രീ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി. മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബൈ.